മലയാളിയെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത അതുല്യ കലാകാരൻ സലീം കുമാർ ഇവിടെ വാങ്ങിയിരിക്കുകയാണ്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ കരൾരോഗത്തിന് ചികിത്സയിലിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വിയോഗം ആശുപത്രിയിൽ നിന്നും ജിജീഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്നും രേഷ്മ ബാബു കൂടി ചേരുന്നുണ്ട്. രേഷ്മ, നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് 9 മണിയോടുകൂടി പൊതുദർശനം പറവൂർ ടൗൺ ഹാളിലാണ് നടക്കുക. അത് കഴിഞ്ഞ് സംസ്കാര ചടങ്ങുകൾ വീട്ടുവളപ്പിൽ നടക്കുമെന്നാണ് അറിയുന്നത്. രേഷ്മ ഉള്ളത് സലീം കുമാറിന്റെ വസതിയിലാണ് എന്ന് മനസ്സിലാക്കുന്നു. അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. അമൽ, സലീം കുമാറിന്റെ ലാഫിംഗ് വില്ല എന്നു പേരായ വസതിയുടെ മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ചിരിയുടെ രാജാവിൻ്റെ വീടിൻ്റെ പേര് ലാഫിംഗ് വില്ല എന്ന് തന്നെയാണ്. അത് അദ്ദേഹം പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു പേരിട്ടതെന്ന്. ആ ഒരു പേരല്ലാതെ മറ്റൊരു പേരും നിർദ്ദേശിക്കാനില്ല എന്നുള്ള തരത്തിലാണ്. സലീം കുമാറിൻ്റെ ഭൗതികദേഹം ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഈ ലാഫിംഗ് വില്ലയിലേക്ക് അദ്ദേഹം ഏറെ സ്വപ്നത്തോടുകൂടി ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പണി കഴിപ്പിച്ച ഈ സ്വന്തം വസതിയിലേക്ക് എത്തിക്കുക. 8 മണിയോടുകൂടി തന്നെ അമൃത ആശുപത്രിയിൽ നിന്ന് ഭൗതികദേഹം നേരെ പറവൂരിലെ ടൗൺ ഹാളിൽ എത്തിക്കും. അവിടെ 9 മണി മുതലാണ് പൊതുദർശനത്തിനുള്ള സമയം ക്രമീകരിച്ചിട്ടുള്ളത്. പൊതുദർശനത്തിന് വേണ്ടിയിട്ട് ഉള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ അവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അവിടുത്തെ പൊതുദർശനം കഴിഞ്ഞതിന് ശേഷം നേരെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരും. ഇവിടെ നാട്ടുകാർക്കും ഉറ്റവരായിട്ടുള്ള ബന്ധുക്കൾക്കും അന്തിമോപചാരം അർപ്പിക്കാനായിട്ടുള്ള ക്രമീകരണങ്ങളും ഒരുക്കും. ഈ വീട്ടിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ഉണ്ട്. അതോടൊപ്പം തന്നെ ബന്ധുക്കൾ, ഏറ്റവും അടുത്ത ബന്ധുക്കളൊക്കെ ഉണ്ട്. ആളുകളൊക്കെ തന്നെ രാവിലെ ഇവിടേക്ക് വരുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളൊക്കെയാണ് അവിടെ ഉള്ളത്. നമ്മൾ അവരോട് സംസാരിച്ച ഘട്ടത്തിൽ ഈ ഒരു കാര്യത്തിൽ ഒരു ദുഃഖകരമായിട്ടുള്ളൊരു അവസ്ഥയായതുകൊണ്ട് തന്നെ സംസാരിക്കാനില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. നാട്ടുകാരൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവിടേക്ക് എത്തിച്ചേരും. എന്തായാലും ഇവിടുത്തെ വീട്ടുവളപ്പിൽ തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. സമയം സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. കാരണം അതിൽ ചില വ്യക്തതക്കുറവുകളുണ്ട്. പൊതുദർശനത്തിൻ്റെ സമയം നീണ്ടുപോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സംസ്കാര ചടങ്ങുകൾക്കുള്ള സമയവും നീട്ടിവെക്കേണ്ടി വരും. കാരണം അത്രയേറെ പ്രിയപ്പെട്ട സലീം കുമാറിനെ ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ വേണ്ടിയിട്ട് പറവൂരിലെ ഈ ഒരു ദേശത്തെ മുഴുവൻ ആളുകളും എത്തിച്ചേരും. കാരണം അത്രയേറെ പ്രിയപ്പെട്ടവനാണ് പറവൂറുകാർക്ക് സലീം കുമാർ എന്ന് പറയുന്ന വ്യക്തി. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് മിമിക്രിയിൽ നിന്ന് നേരെ ഈ ഒരു ഹാസ്യ നടൻ എന്നുള്ള തരത്തിലേക്ക് വന്ന വ്യക്തി. അതോടൊപ്പം തന്നെ പറവൂരുകാരെ ഒരു ഘട്ടത്തിലും മറന്നിട്ടില്ല അദ്ദേഹം. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന ഘട്ടത്തിൽ എല്ലാവർക്കും 100 നാവാണ്. ചേട്ടൻ ഈ നാട്ടുകാരനാണോ? സലീം കുമാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ ചെറുപ്പം തൊട്ടുള്ള നമ്മള് നല്ലൊരു മനുഷ്യനാണ്, കലാകാരനാണ്. എങ്ങനെയാണ് പരിചയം? നേരിട്ട് പരിചയമുണ്ട്. ഞങ്ങൾ നാടകം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്റ്റാലിയൽ അങ്ങനെ ഇവിടുത്തെ ചക്കോശ്ശേരി അമ്പലത്തിലൊക്കെ പുള്ളിയാണ് മിമിക്രി ഒക്കെ നടത്തിയിരുന്നത്. കാലഘട്ടം മുതലേ അദ്ദേഹത്തെ അറിയുന്നതാണ്. ചെറുപ്പത്തിൽ ഒരു ടൗണിലേക്ക് ഇവിടെ നടന്ന് അമ്മ അങ്ങനെയുള്ള പരിചയമുണ്ട് ബോയ്സിൽ തൊട്ട്. ഈ സിനിമ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഏറ്റവും അടുപ്പം നാടിനോടായിരുന്നു. അത് പുയപ്പള്ളിയിലാണ് പുള്ളിയുടെ സ്ഥലം. അദ്ദേഹത്തിന്റെ തറവാട് വീട് അവിടെയാണ്, പുയപ്പള്ളി കളരിക്കമ്പലത്തിന്റെ അവിടെയാണ്. ചേട്ടൻ എങ്ങനെയാണ് ചേട്ടാ ഓർക്കുന്നത് സലീമേട്ടനെ? അപ്പം അവര് ഈ പന്തൽ ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്ന ആളുകളാണ്, ഈ നാട്ടുകാർ തന്നെയാണ്. അവർ പറയുന്നത് സിനിമ കഴിഞ്ഞാൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്നത് ഈ നാട്ടിൽ തന്നെയാണ്, ലാഫിംഗ് വില്ലയിൽ തന്നെയാണ്. എപ്പോഴും ഇവിടെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലാഫിംഗ് വില്ലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സലീമേട്ടനോട് അവർക്ക് സംസാരിക്കാൻ സാധിക്കും. അത്രയേറെ നാടിന് പ്രിയങ്കരനായിട്ടുള്ള ഒരു വ്യക്തി. സലീം കുമാറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, മിമിക്രിയിൽ നിന്ന് ഹാസ്യ നടനായി, അതിൽ നിന്ന് സ്വഭാവ നടനായി വലിയ രീതിയിൽ ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടിയെടുത്ത മഹാനടൻ എന്നുള്ള രീതിയിലേക്ക് വളർന്ന വ്യക്തി. അദ്ദേഹം മിമിക്രിയിലൂടെയാണ്, അനുകരണ കലയിലൂടെയാണ് വളർന്നതെങ്കിൽ അദ്ദേഹത്തിന് സ്വഭാവ നടൻ എന്നുള്ള സവിശേഷത വലിയ രീതിയിൽ 2010 കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന് വളർച്ചയിലേക്ക് എത്തിച്ചത്. അദ്ദേഹം അതിനുശേഷം നിരവധി സിനിമകളുടെ ഭാഗമായിട്ട് മാറി. ഏറ്റവും എടുത്തു പറയേണ്ടത് അദ്ദേഹത്തിന് ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിക്കൊടുത്ത ആദാമിൻ്റെ
മകൻ അബു ഉൾപ്പെടെയുള്ള സിനിമകൾ തന്നെയാണ്. ഓസ്കാർ നാമനിർദ്ദേശം പോലും ആ സിനിമകൾക്ക് ലഭിച്ചു. രാജ്യാന്തര ശ്രദ്ധ ലഭിച്ച ആ സിനിമയിലൂടെയാണ് സെലിം കുമാറിലെ അഭിനയശേഷി എത്രത്തോളം ഉണ്ടെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായത്. ഹാസ്യ നടൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ ഡയലോഗുകളും സംഭാഷണങ്ങളും ഒക്കെ തന്നെ പ്രേക്ഷകർക്ക് ഇപ്പോഴും സുപരിചിതമാണ്. ഇപ്പോഴും ട്രോളുകളിലൂടെ ഏറ്റവും കൂടുതൽ വരുന്നത് സെലിം കുമാറിൻ്റെ ആ പഴയ സിനിമാ കാലഘട്ടത്തിലെ ഡയലോഗുകൾ തന്നെയാണ്. കല്യാണരാമനിലെ പ്യാരിയും അതോടൊപ്പം തന്നെ തെങ്കാശിപ്പട്ടണത്തിലെ മുത്തുരാമനും ഒക്കെ തന്നെ മലയാളികൾക്ക് മറക്കാൻ സാധിക്കില്ല. അത്രയേറെ ജനകീയമായിട്ടുള്ള, അതായത് ഒരു കൊമേഡിയൻ എന്ന് പറയുന്നത് എല്ലാ ചിരിപ്പിക്കുക മാത്രമല്ല ചിന്തിപ്പിക്കുക കൂടിയാണ് എന്ന് അനുവർത്തമാക്കിക്കൊണ്ടുള്ള ഒരു കഥാപാത്രങ്ങളിലൂടെ ആഴ്ന്നിറങ്ങാനായിട്ട് സെലിം കുമാർ എന്ന് പറഞ്ഞ നടന് സാധിച്ചു എന്നുള്ളതാണ് ഇപ്പോഴും പ്രേക്ഷക മനസ്സിൽ അദ്ദേഹത്തിന് മായാത്ത ഓർമ്മകളായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നത്. സെലിം കുമാർ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇന്നലെ രാത്രി അമൃത ആശുപത്രിയിൽ വന്ന ഘട്ടത്തിൽ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. സെലിം കുമാറിലെ നടൻ ഒരിക്കലും മരിക്കുന്നില്ല, അദ്ദേഹം എല്ലാ കാലഘട്ടത്തിലും ഓർത്തിരിക്കും. കാരണം അത്രയേറെ കൂട്ടുകാർക്കാണെങ്കിലും പ്രിയങ്കരനായിട്ടുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും എടുത്ത് പറയേണ്ടത് ഈ രാഷ്ട്രീയ നിലപാടുകൾ എല്ലാ കാലഘട്ടത്തിലും തുറന്നു പറഞ്ഞൊരു വ്യക്തിയാണ്. അതായത് ഹാസ്യത്തിലൂടെ നർമ്മത്തിലൂടെ തൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ എക്കാലത്തും സെലിം കുമാർ പ്രകടിപ്പിച്ചിരുന്നു. അത് അദ്ദേഹം തൻ്റെ സംഭാഷണങ്ങളിലൂടെ ആണെങ്കിലും നിലപാടുകളിലൂടെ ആണെങ്കിലും ഇതാണ് തൻ്റെ നിലപാട്, സാമൂഹ്യമായിട്ടുള്ള തൻ്റെ നിലപാട് ഇതാണ്, രാഷ്ട്രീയപരമായിട്ടുള്ള തൻ്റെ നിലപാട് ഇതാണ് എന്നൊക്കെ തുറന്നു പറയാനായിട്ടുള്ള ആർജവം സെലിം കുമാറിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റുള്ളവരിൽ നിന്ന് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്ന ഒരു കാര്യം. എന്തായാലും സെലിം കുമാറിൻ്റെ വീട്ടിൽ ഇപ്പോൾ ഭാര്യയുണ്ട്, ഉറ്റ ബന്ധുക്കളുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടേക്ക് ആളുകളൊക്കെ തന്നെ, നാട്ടുകാരൊക്കെ തന്നെ എത്തിച്ചേരും. ഇപ്പോൾ ഏറ്റവും അടുത്ത ബന്ധുക്കൾ മാത്രമാണ് ഇവിടെ വരുന്നത്, ഇവിടെ ഉള്ളത്. ഇനി പന്തൽ ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ ഇവിടെ നടത്തേണ്ടതുണ്ട്. എന്തായാലും 9 മണിക്ക് തന്നെ ടൗൺ ഹാളിൽ പൊതുദർശനത്തിനുള്ള സമയം, അവിടെ പൊതുദർശനം ആരംഭിക്കും. നേരെ ആശുപത്രിയിൽ നിന്ന് ഭൗതികദേഹം ടൗൺ ഹാളിൽ എത്തിച്ച് അവിടെ എല്ലാവർക്കും, നാട്ടുകാർക്കും അതോടൊപ്പം തന്നെ മിമിക്രി, സിനിമ, കല, എല്ലാ രംഗത്തുമുള്ള ആളുകൾക്ക് സെലിം കുമാറിന് അന്തിമോപചാരം അർപ്പിക്കാനായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അവിടുത്തെ സമയക്രമം എത്രത്തോളം നീളുന്നുമോ അതിനനുസരിച്ചായിരിക്കും സംസ്കാര ചടങ്ങുകളുടെ സമയവും വ്യക്തത ഉണ്ടാകുക. എന്തായാലും വൈകുന്നേരത്തോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടത്തുമെന്നാണ് ഔദ്യോഗികമായിട്ട് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടുള്ള വിവരം. അമൽ. അതിനാണ് രേഷ്മ, നമുക്കറിയാം ഒരു ചിരി മായുമ്പോൾ അവിടെ വലിയൊരു ശൂന്യതയാണ് ബാക്കിയാവുന്നത്. പക്ഷെ സലീം കുമാർ എന്ന പ്രതിഭയുടെ വിയോഗം സൃഷ്ടിക്കുന്ന ശൂന്യത വെറും ഒരു ചിരിയുടെ വിടവാങ്ങലല്ല. നമുക്കെല്ലാം അറിയാവുന്നതാണ്, മലയാളിയുടെ സ്വീകരണ മുറിയിലെ നമ്മുടെയൊക്കെ ഒരു വലിയ സന്തോഷം തന്നെയാണ് ഇല്ലാതായത്. വെറിയൊരു ഹാസ്യനടൻ മാത്രമായിരുന്നില്ല അദ്ദേഹം. ചിരിപ്പിക്കാൻ ആളുകൾ കഷ്ടപ്പെടുന്ന സിനിമകളിൽ കേവലം ഒരു നോട്ടം കൊണ്ടോ കൈവിരലിലെ ചലനം കൊണ്ടോ ശബ്ദത്തിലെ വിറയൽ കൊണ്ടോ ഒക്കെ അദ്ദേഹം തിയേറ്ററുകളെ ചിരിപ്പൂരമാക്കുന്ന കാഴ്ചകൾ നമ്മൾ എത്രത്തോളം കണ്ടതാണ്. അദ്ദേഹം പറഞ്ഞ പല ഡയലോഗുകളും ഇന്നും നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ സംഭാഷണങ്ങളാണ്. മലയാളി ട്രോളുകളിലൂടെ രേഷ്മ പറഞ്ഞതുപോലെ തന്നെ പ്രായഭേദമന്യേ എല്ലാവരും ആ മുഖം എന്നും നെഞ്ചോട് ചേർത്ത് നിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ്, നമുക്കറിയാം. പക്ഷെ ആ ഒരു ചിരിയുടെ പിന്നിൽ വലിയൊരു കണ്ണീർ കടൽ ഉണ്ടായിരുന്നു. അത് തെളിയിച്ചതാണ് അച്ഛനുറങ്ങാത്ത വീടും ആദാമിന്റെ മകൻ അബുവുമൊക്കെ. നമ്മളെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച ഒരാൾക്ക് ഇത്രയേറെ കരയിപ്പിക്കാനും കഴിയുമെന്ന് അമ്പരപ്പോടെയാണ് നമ്മളന്ന് തിരിച്ചറിഞ്ഞത്. ആ അഭിനയ മികവിന് മുന്നിൽ രാജ്യം വരെ മികച്ച നടനുള്ള പുരസ്കാരം നൽകി അദ്ദേഹത്തെ ആദരിച്ചു. നമ്മളൊക്കെ, മലയാളികളൊക്കെ അന്ന് അഭിമാനപൂർവ്വം തലയുയർത്തി നിന്നു. ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. അദ്ദേഹം ഒരിക്കലും തൻ്റെ വേദനകളെയോ രോഗങ്ങളെയോ ഒന്നും ഒരു സങ്കടത്തോടെ, അങ്ങനെ ഒരു ആശങ്കയോടെ നേരിടുന്ന ഒരാളായിരുന്നില്ല. സ്വന്തം തമാശകൾ കൊണ്ട് മാത്രമായിരുന്നു അദ്ദേഹം ഒക്കെ അത് നേരിട്ടിരുന്നത്. മരണത്തെക്കുറിച്ച് പോലും പലപ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിച്ചൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. സ്ക്രീനിൽ ഇനി ആ മുഖം കാണുമ്പോൾ ഇനി ചിരിക്കൊപ്പം ഒരു വിങ്ങൽ കൂടി ഉണ്ടാകും. മണവാളനായും ഡാൻസ് മാസ്റ്റർ വിക്രമായും അബുമായൊക്കെ അദ്ദേഹം പകർന്നു തന്നൊരു നിമിഷങ്ങൾ മലയാളം ഉള്ളിടത്തോളം കാലം ഇവിടെ ഉണ്ടാകുമെന്നതിൽ ഒരു സംശയവുമില്ല. മരണം എന്നെ പേടിപ്പിക്കുന്നില്ല, അതൊരു സ്വാഭാവിക പ്രക്രിയയാണ് എന്നാണ് അദ്ദേഹം പല ഇന്റർവ്യൂകളിലും പറഞ്ഞിരിക്കുന്നത്. രേഷ്മ, നമുക്കറിയാം അതൊരു അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിലൂടെ അദ്ദേഹം മലയാളികളുടെ മനസ്സിലുണ്ടാവും. രേഷ്മ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സങ്കടങ്ങളോ
അല്ലെങ്കിൽ രോഗത്തെക്കുറിച്ചുള്ള ആശങ്കയോ ഒരു വിഷമങ്ങളും അദ്ദേഹം ഒരു പൊതുസമൂഹത്തിൽ അങ്ങനെ അറിയിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. അതുതന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ ആരോഗ്യസ്ഥിതി വഷളായപ്പോഴും കുടുംബം കാണിച്ചു തന്നെയും. കാരണം കുടുംബത്തിൻ്റെ ഒരു പ്രതികരണം ആദ്യം ഒന്നും പുറത്തു വന്നിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച ഒരു കാര്യങ്ങളും കുടുംബം പുറത്തു വിട്ടിരുന്നില്ല. മെഡിക്കൽ ബുള്ളറ്റിൻ അടക്കം തൽക്കാലം വേണ്ട എന്ന് തന്നെ വെച്ചിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹം വിടവാങ്ങുമ്പോൾ മലയാളത്തിന് ഒരു തീരാ നഷ്ടം തന്നെയാണ്. ഈ ഒരു ഘട്ടത്തിൽ ഓർത്തെടുക്കുകയാണെങ്കിൽ മലയാള സാംസ്കാരിക സിനിമാ മേഖലയിലെ പലരുടെയും ഒപ്പം അഭിനയിച്ച അദ്ദേഹത്തിന്റെ പല വേഷങ്ങളും ഇന്ന് നമുക്ക് അന്ന് ചിരിപ്പിച്ചെങ്കിൽ ഇന്നത് കാണുമ്പോൾ ഉള്ളിലൊരു വിങ്ങല തന്നെയാണ്. സ്ക്രീനിൽ തന്നെ കാണുന്ന മണവാളനും പ്യാരിയും ലീലാകൃഷ്ണനും ഒക്കെ നമ്മളെ അത്രത്തോളം ചിരിപ്പിച്ചിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അദ്ദേഹം പിന്നീട് ഏറ്റവും അവസാനം പ്രത്യക്ഷപ്പെട്ട ചില വേദികളിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച ആശങ്കകൾ നമുക്കുണ്ടാക്കിയിരുന്നു. പല വേദികളിലും അദ്ദേഹത്തിന്റെ ഒരു ആരോഗ്യസ്ഥിതി വഷളാകുന്നു എന്ന് നമ്മൾ പതിയെ തിരിച്ചറിയുകയായിരുന്നു. ഇന്നലെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പിന്നാലെ വെന്റിലേറ്ററിലാക്കുകയും ചെയ്തപ്പോഴും ആ ഒരു വാർത്ത പുറത്തു വന്നപ്പോഴും മലയാളികളെല്ലാം അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് പ്രതീക്ഷിച്ചിരുന്നു, അത്രത്തോളം ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ആ ഒരു പ്രതീക്ഷകളെല്ലാം വിഫലമാക്കിക്കൊണ്ട് അദ്ദേഹം വിടവാങ്ങിയിരിക്കുകയാണ്.